ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് എടുക്കാൻ പോകുന്നത് എറണാകുളം മണ്ഡലമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എറണാകുളം മണ്ഡലത്തിൻ്റെ ഒരു പൊതുവെയുള്ള പ്രത്യേകത, പൊതുവെ ഒരു UDF അനുകൂല റിസൾട്ട് ഉണ്ടാക്കുന്നൊരു മണ്ഡലമാണ്. UDF 100% വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് എറണാകുളം. ഇനി എറണാകുളം മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കളമശ്ശേരി, പറവൂർ, വൈപ്പിൻ, കൊച്ചി, തൃപ്പൂണിത്തുറ, എറണാകുളം, തൃക്കാക്കര. ഇതിൽ വൈപ്പിൻ, കൊച്ചി, കളമശ്ശേരി ഈ 3 സ്ഥലത്തും നിലവിൽ CPM-നാണ് അല്ലെങ്കിൽ LDF-നാണ് MLA-മാർ. മറ്റു 4ഇടത്തും UDF-നാണ്. പക്ഷെ അങ്ങനെയൊക്കെ പറയാമെങ്കിൽ പോലും പൊതുവെ UDF-ന് പ്രത്യേകിച്ച് കോൺഗ്രസിന് കേരളത്തിൽ തന്നെ ഏറ്റവും വേരോട്ടുള്ള ഒരു ജില്ലയാണ് അല്ലെങ്കിൽ ഒരു മണ്ഡലമാണ് എറണാകുളം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മറിച്ചൊരു റിസൾട്ടൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ 2019 ഇലക്ഷനിൽ കോൺഗ്രസിന് വേണ്ടി UDF-ന് വേണ്ടി ഹൈബി ഈഡൻ 50.79% വോട്ട്, അതായത് 4,91,263 വോട്ട്. CPM-ന് വേണ്ടി LDF-ന് വേണ്ടി P രാജീവ് 3,22,210 വോട്ട്, 33.30. അതുപോലെ BJP-ക്ക് വേണ്ടി അൽഫോൺസ് കണ്ണന്താനം 1,37,749, 14.24% വോട്ട്. കഴിഞ്ഞ തവണ 1,69,053 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ ഹൈബീഡൻ വിജയിച്ചത്. കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ ഒന്നിലാണ് കഴിഞ്ഞ തവണ ഹൈബീഡൻ വിജയിച്ച് കയറിയത്. ഇനി ഇത്തവണ മത്സരിക്കുന്നത് UDF-ന് വേണ്ടി ഹൈബീഡൻ തന്നെ മത്സരിക്കുന്നുണ്ട്. CPM-ന് വേണ്ടി KJ ഷൈൻ, BJP-ക്ക് വേണ്ടി Dr. KS രാധാകൃഷ്ണൻ, പിന്നെ 2020 സ്ഥാനാർത്ഥിയുണ്ട് ആന്റണി ജൂഡി, BSP സ്ഥാനാർത്ഥി, SUCI സ്ഥാനാർത്ഥി, അതുപോലെ BDP എന്ന് പറഞ്ഞൊരു പാർട്ടി, അങ്ങനെ തുടങ്ങിയ കുറച്ച് പാർട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് ഒരു ഇവിടെ ഒരു പ്രഡിക്ഷന്റെ പോലും ആവശ്യമില്ല. ഏകദേശം 100% കോൺഗ്രസ് അല്ലെങ്കിൽ UDF വിജയിക്കുമെന്ന് ഉറപ്പിച്ചൊരു മണ്ഡലമാണ്. ഭൂരിപക്ഷത്തിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലേ ഉള്ളൂ. വേറെ വലിയ മാറ്റങ്ങളൊന്നും ഈ മണ്ഡലത്തിന്റെ റിസൾട്ടിൽ ആരും പ്രതീക്ഷിക്കുന്നില്ല. ഈ മണ്ഡലത്തിൽ ഒരു മത്സരത്തിന് പോലും സാധ്യതയല്ല എന്നാണ് പൊതുവെ ചാനലുകളിൽ വന്ന ഒപ്പീനിയൻ പോളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്തിട്ട് പുറത്തു വന്നത്. അപ്പോൾ തീർച്ചയായും UDF 100% വിജയം ഉറപ്പിച്ചൊരു മണ്ഡലമാണ്. അവിടെ CPM ഇറക്കിയ സ്ഥാനാർത്ഥി പോലും അത്ര പ്രഗത്ഭയല്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ്. കുറച്ച് വോട്ടൊക്കെ ചിലപ്പോൾ പിടിച്ചേക്കാം, എന്നാൽ പോലും 100% UDF-ന് ഉറപ്പായിട്ടും വിജയിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു മണ്ഡലം തന്നെയാണ് എറണാകുളം. അപ്പോൾ എറണാകുളം മണ്ഡലം UDF-ലേക്ക് പോകുന്നുള്ള 100% ഉറപ്പാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.